ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞങ്ങൾ കുറച്ച് പച്ചമുള്ള വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൽ നിറയെ മുള്ളുള്ളതുകൊണ്ട് കറി വെച്ച കുറച്ച് ടാസ്ക്കാണ് കഴിക്കാൻ. അപ്പോൾ ഇങ്ങനെ മുള്ള മേടിക്കുമ്പോഴൊക്കെ ഞങ്ങൾ വറക്കാറാണ് പതിവ്. ഞങ്ങളുടെ വീട്ടിൽ മീൻ വറക്കണ ഒരു സ്ഥിരം മസാല ഉണ്ട്. വേറെ എവിടുന്ന് മീൻ വറുത്തത് കഴിച്ചാലും എനിക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടാറില്ല. കുറേ ആൾക്കാർക്കൊക്കെ ഈ മസാല ഉണ്ടാക്കാൻ അറിയുന്നുണ്ടാവും, പക്ഷെ അറിയാത്തവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ വീഡിയോ. അപ്പം ഞാൻ എങ്ങനെയാണ് ഇന്ന് ഈ മീൻ വറക്കണത് എന്നുള്ളത് ഒന്ന് നോക്കാം. 1/2 കിലോ മുള്ളനാണ് എടുത്തിട്ടുള്ളത്. ഇത് ലുലു തന്നെ ക്ലീനാക്കി മേടിച്ചതാണ്. ഞാനിത് ഉപ്പൊക്കെ ഇട്ട് കഴുകിയിട്ട് നല്ല ക്ലീൻ ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു മസാല ഉണ്ടാക്കാം. മസാലയ്ക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ കുരുമുളക് എടുത്തിട്ടുണ്ട്, ഒരു 2 അല്ലി വെളുത്തുള്ളി, 2 ചെറിയ ഉള്ളി, 1 തണ്ട് കറിവേപ്പിൻ്റെ ഇല, പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി ഉണ്ട്. ആ ഇഞ്ചി ആ കറിവേപ്പിൻ്റെ ഇലയുടെ അടിയിൽ ഒളിഞ്ഞിരിക്കുകയാണ്. ഇതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി വേണം, അതുപോലെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ടേസ്റ്റിന് ആവശ്യമായിട്ടുള്ള ഉപ്പ്. ഇനി ഒരു മിക്സർ ജാർ എടുത്തിട്ട് അതിലേക്ക് നമുക്ക് ഈ മസാലകളെല്ലാം മാറ്റാം. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. ഒട്ടും തരിതരിപ്പില്ലാതെ മാക്സിമം പേസ്റ്റ് ആയിട്ട് വേണം അരച്ചെടുക്കാൻ. ഇപ്പം നന്നായിട്ട് മസാല എല്ലാം അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ മീനിൽ പുരട്ടി വയ്ക്കാം. ഈ മസാല ഉണ്ടാക്കാൻ ഞാൻ പഠിച്ചത് എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മയുടെ നിന്നാണ്. അമ്മ ഉണ്ടാക്കണ ഈ മീൻ വറുത്തത്, അതുപോലെ ഒരു ചിക്കൻ കറി ഉണ്ടാക്കും, അതുപോലെ തന്നെ അവിയൽ, ഈ 3 എണ്ണത്തിൻ്റെയും ടേസ്റ്റിൽ ഞാൻ ഇതുവരെ വേറെ എവിടുന്നും കഴിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ മീൻ വറുക്കാനാണെങ്കിൽ ഫസ്റ്റ് പ്രിഫറൻസ് ഈ മസാലയ്ക്കാണ്. തീരെ സമയമില്ലെങ്കിൽ മാത്രമാണ് ഞാൻ വേറെ എന്തെങ്കിലും ഓപ്ഷൻ എടുക്കാറുള്ളൂ. ഇപ്പം മസാലയൊക്കെ നന്നായി തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഈ മുള്ളെല്ലാം മസാലയൊക്കെ നന്നായി പിടിക്കട്ടെ. ഒരു 3/4 മണിക്കൂറിന് ശേഷമാണ് ഞാനിത് വറക്കാനായിട്ട് എടുക്കുന്നത്. ഒരു ചട്ടി അടുപ്പിൽ വെച്ച് ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ഈ മസാലയിൽ മീൻ വറക്കുമ്പോൾ വെളിച്ചെണ്ണയിൽ തന്നെ വറക്കണം, അപ്പോഴാണ് അതിൻ്റെ ആ ടേസ്റ്റ് കിട്ടുള്ളൂ. ഇനി ഈ ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് നമുക്ക് ഈ മുള്ളൻ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ പെറുക്കി വെച്ച് കൊടുക്കാം. ഇനി ഇതിവിടെ കിടന്നിട്ട് ഇതിൻ്റെ ഒരു ഭാഗം നന്നായി വെന്ത് മൊരിഞ്ഞ് വരട്ടെ. ഒരു ചെറിയൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഇതിൻ്റെ മുകളിൽ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കൂടെ ഇട്ട് കൊടുക്കാം. ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേനും ഇതിൻ്റെ ഒരു ഭാഗം നന്നായി വെന്ത് മൊരിഞ്ഞ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതധികം ദശ കട്ടിയില്ലാത്ത മീനായതുകൊണ്ട് പെട്ടെന്ന് തന്നെ മൊരിഞ്ഞു കിട്ടും. നമുക്കിത് ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ മറിച്ചിട്ട് കൊടുക്കാം. എല്ലാം തിരിച്ചിട്ടിട്ട് ഒരു 4-5 മിനിറ്റ് ഈ ഭാഗം കൂടെ വേവിച്ച് മൊരിച്ചെടുത്താൽ നമ്മളെ മീൻ പൊരിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലുള്ള മസാലയിൽ ഇതുവരെ മീൻ പൊരിച്ച് നോക്കിയിട്ടില്ലാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഒന്നും പറയാനില്ല, നല്ല അടിപൊളി ടേസ്റ്റാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ ബൈ.